ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മനോഹർ സരുവിനെയും കൂട്ടിക്കൊണ്ടിട്ട് നമ്മുടെ മരിയയുടെ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിലേക്ക് വരും കേട്ടോ. ശേഷം സരുവിനോട് പറയുന്നുണ്ട്, സരു ദേ നമ്മൾ ഇവിടെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഹോട്ടലൊക്കെ നിനക്ക് ഇഷ്ടമായോ? നല്ല ഹോട്ടലാണല്ലോ മനുവേട്ടാ, പക്ഷെ എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടമല്ല. അത് ആ സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ നിന്നെ കൂടി ഇവിടെ കൊണ്ടുവരാതിരുന്നത്. എല്ലാം മനുവേട്ടാ, സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? അതൊക്കെ അവിടെ ഉണ്ട് മോള് നോക്കിക്കോ, എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളാൻ വേണ്ടി പറയണം. അപ്പോൾ സരി ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര മറ്റവളുടെ ഡ്രസ്സ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു, മരിയുടെ സാധനങ്ങളെങ്ങാനും ഉണ്ടാകുമോ എന്നൊരു ടെൻഷനായിട്ട് നമ്മുടെ മനോഹറിന്. ആ സമയത്ത് സരിയോ ചോദിക്കേണ്ടല്ല മനുവേട്ടന് എന്തൊരു ടെൻഷൻ പോലെ. എനിക്കൊരു ടെൻഷനും ഇല്ല. നമ്മൾ മറ്റന്നാൾ അമേരിക്കയിൽ പോവാണല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറൊരു ടെൻഷനും ഇല്ല മോള് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മനോഹറിൻ്റെ ഫോണിലേക്ക് മരിയയുടെ കോള് വരും കേട്ടോ. ആരാ മനുവേട്ട വിളിക്കണത്? അതിൻ്റെ ഒരു ക്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് മനോഹർ. ഹലോ, എടാ നീ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് പറയാണ്, നമ്മുടെ ഹോട്ടൽ റൂമിലുണ്ടെന്ന് പറയാണ്. അതെ, നിൻ്റെ അമ്മാവൻ്റെ മോള് വന്നോ? വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് എടുത്ത് മാറ്റി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരിപ്പോൾ തന്നെ പോകുമോ? ഓക്കെ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹർ ഫോൺ വെക്കുകയാണ്. ശേഷം സരിയു പറയുന്നുണ്ട്, എന്തിനാ വിളിച്ചത്? ഒന്നുമില്ല, ഒരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണെന്ന് പറയാണ്. അല്ല, മോളുടെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട് മനുവേട്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും മറക്കില്ലെന്ന്. ഞാൻ എല്ലാം ഭദ്രമായിട്ട് വരെ വെച്ചിട്ടുണ്ട്, മോളത് പറഞ്ഞല്ലേ. അപ്പം മോളൂനായിരുന്നു സംശയം. ഇപ്പം സംശയങ്ങളൊക്കെ മാറിയല്ലോ. ശരിക്കും മോളോട് വന്നത് സാധനങ്ങൾ നോക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എനിക്കോ? മനുവേട്ട ഒന്നുമില്ല, ഞാൻ സാധനങ്ങളൊക്കെ ഭദ്രമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നോക്കിയത് എന്ന് പറയാണ്. ശരി എങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയാലോ? പോണോ മനുവേട്ട? ഇത് നല്ല ഹോട്ടലാണല്ലോ, നമുക്ക് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചിട്ട് പോയാൽ പോരെ? ഇത് നല്ല ഹോട്ടലൊന്നും അല്ല മോളൂ, ഇത് ചീത്ത ഹോട്ടലാണ്. മോളിനറിയാവോ, ചീത്ത ആൾക്കാരൊക്കെ വരുന്ന ഹോട്ടലായത്. അങ്ങനെയാണോ? പക്ഷെ കണ്ടാൽ തോന്നില്ലല്ലോ, 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് താല്പര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ സാധനം വെച്ചിട്ട് ഞാൻ പോലും ഇവിടെ വരാത്തത്. നമുക്ക് വേറെ എവിടെയെങ്കിലും പുറത്തു പോയി ചുറ്റിക്കറങ്ങാം, അതുപോലെ മോളൂ. എന്നാലും ഹോട്ടൽ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനുവേട്ട. അത് സാരില്ല, നമുക്ക് പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോരെ? ശരി മനുവേട്ടൻ്റെ ഇഷ്ടം എന്ന് പറയാണ്. എന്നാൽ മോള് വാ എന്ന് പറഞ്ഞിട്ട് മനു വിളിക്കുമ്പോൾ സരിയു ഇങ്ങനെ ആലോചിക്കുകയാണ്, വൃത്തികെട്ടവൻ, അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യനെ എടുത്തും ഇവിടുന്ന് മാറ്റിയിട്ടാണ് അവൻ വലിയ കാര്യങ്ങളൊക്കെ പറയണത്. ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ മനോഹറിനെ കുറിച്ച് സരിയു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ മനു ചോദിക്കണ്ടേ, എല്ലാ മോളൂ നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മനുവേട്ട, എല്ലാ മോളുടെ മനസ്സ് പെട്ടെന്ന് എവിടെയോ എന്തോ പോയി. ഇല്ല മനുവേട്ട, ഒന്നുമില്ല, മറ്റന്നാൾ അമേരിക്കയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചതായിരുന്നു. സമയം കണ്ട വാ പോകാം എന്ന് പറഞ്ഞിട്ട് സരുവിനെയും കൂട്ടിക്കൊണ്ട് മനോഹർ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ അങ്ങനെ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പ്രകാശിൻ്റെ കൂടെ കല്യാണിയുണ്ട്, കാർത്തികുണ്ട്, കാദംബരിയുണ്ട് കേട്ടോ. കാദംബരി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ മഹാഭാഗ്യം തന്നെയാണ് കേട്ടോ. തള്ളിക്കളഞ്ഞ മക്കളിൽ ആദ്യത്തെ ആള് കല്യാണിയാണ്. എന്നിട്ട് അവള് തന്നെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ ഉണ്ടല്ലോ, അതച്ഛൻ്റെ മഹാഭാഗ്യം തന്നെയാണ്. കല്യാണിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശൻ പറഞ്ഞു, എനിക്കറിയാം മക്കളെ, നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, നിങ്ങളുടെ നന്മയൊക്കെ എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് എൻ്റെ കല്യാണി മോളുടെ അച്ഛൻ ഇതൊന്നും പറയല്ലേ, ഇപ്പം തുടങ്ങും അച്ഛൻ എൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട്. അതൊന്നും പറയണ്ട അച്ഛാ, കുഴപ്പമൊന്നുമില്ല. അല്ല അച്ഛന് ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോണത്? അത് ഞാൻ എങ്ങോട്ടേക്കും പോയിക്കോളാം മോളത് പറയണം. അങ്ങനെ പറ്റില്ല. അതെ, എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, കാർത്തിക ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ലക്ഷ്മി അമ്മയുണ്ട്. അമ്മമാരില്ലാത്ത വീട് കാദംബരി ചേച്ചിയുടെ വീടാണ്. കാദംബരി ചേച്ചി അച്ഛനെ കുറച്ച് ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിർത്താവോ? കല്യാണി, അത് പിന്നെ എന്താ കാദംബരി ചേച്ചി? അല്ല, രതീഷേട്ടൻ്റെ സ്വഭാവം കല്യാണിക്ക് അറിയാലോ. ഇയാളെ രതീഷേട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല, രതീഷേട്ടൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, സാരില്ല മോളെ, എന്തിനാ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കല്യാണി മോളെ, അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ നിന്നോളാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ കൊണ്ടേ ആക്കാം അച്ഛന്. വേണ്ട മോളെ, എനിക്കൊരു ഓട്ടോ വിളിച്ചാൽ മതി. ഓട്ടോയിൽ പോകുന്നതൊക്കെ സേഫ് ആണോ വെച്ചാൽ? എന്ത് കുറവ്? ഒരു കുഴപ്പമില്ല മോളെ, ഒരു ഓട്ടോ വിളിച്ചാൽ ഞാൻ ഓട്ടോയിൽ കയറി പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ഒരു ഓട്ടോ അവിടേക്ക് വരുന്നുണ്ട്. ചേട്ടാ എന്ന് പറഞ്ഞ് കാർത്തിക വിളിക്കുകയാണ്. ശേഷം ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരാൾ വരാനുണ്ടെന്ന് പറയുന്നുണ്ട്. കല്യാണി പ്രകാശിൻ്റെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുക്കുകയാണ്. ഇതെന്തിനാ മോളെ? എനിക്ക് പൈസ ഒന്നും വേണ്ട മോളെ, ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ നീയല്ല അടച്ചത്, പൈസയും കാര്യങ്ങളും വേണ്ട. അച്ഛനെ വീട്ടിൽ പോയാലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ, വാങ്ങിച്ചെങ്കിലും കഴിക്കണ്ടേ, അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പൈസയാണ്. ഇതച്ഛൻ പിടിച്ചേ, മോളല്ലേ തരുന്നത്, പിടിക്കച്ച എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമാണ്. പ്രകാശിന് ആ പൈസ വാങ്ങിക്കുന്നുണ്ട്. അച്ഛൻ എന്നാൽ ഓട്ടോയിൽ കയറിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിന് ഓട്ടോയിലേക്ക് കയറുകയാണ്. ഓട്ടോക്കാരനോട് കല്യാണി പറയേണ്ട, ചേട്ടാ സുഖമില്ലാത്ത ആളാണ്, അധികം കുലുക്കാതെ കൊണ്ടുപോകണം
കൊണ്ടുപോകണേ, നേരൊക്കെ കൊണ്ടുപോകണേ ചേട്ടാ, കുഴപ്പമൊന്നുമില്ലാത്ത തരത്തിൽ കൊണ്ടുപോകണേ, പ്രശ്നമൊന്നുമില്ലാത്ത തരത്തിൽ കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് കൊടുക്കണം. ശരി മോളെ, ഞാൻ നോക്കി കൊണ്ടുപോകണം ഓട്ടോക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമാവാട്ടോ. ശരി മക്കളെ പറഞ്ഞ് ടാറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും ടാറ്റ കൊടുക്കാണ്. പ്രകാശിനെ കല്യാണി ഇങ്ങനെ അറ്റത്ത് വരെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. പ്രകാശൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ദൂരപ്പത്ത് പോണ വരെ പ്രകാശൻ കല്യാണിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് കല്യാണിയുടെ മുഖത്തിനെ നോക്കിയിട്ട് പ്രകാശൻ ഇങ്ങനെ ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ സരിയോനെയാണ്. സരിയോ വീട്ടിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാം മോള് അമേരിക്കയിൽ പോണത് മറ്റന്നാളാണെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് മോളുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലല്ലോ. അതിനെന്താ, ഞാൻ സന്തോഷത്തിൽ മതിമറിയണോ? എനിക്ക് ആകെ ദേഷ്യമാണ്. അപ്പുറത്തെ കല്യാണിനെ തോൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദേഷ്യം. എന്ത് പറഞ്ഞേ, അവളെല്ലാം നേടി. എൻ്റെ അച്ഛൻ ജയിലിലായി, എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയില്ലെന്ന് അറിഞ്ഞു. ഇതിനേക്കാളും വലിയ തിരിച്ചടി എനിക്ക് എങ്ങനെ കിട്ടാനാണ്? ഓരോരോ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കണത് അമേരിക്കയിൽ പോണേലേ? അല്ല മോളൊരു വലിയൊരു ഇരുമ്പ് വടി മുകളിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് കല്യാണിയുടെ തലക്കെങ്ങാനും അടിക്കാൻ വെച്ചതാണോ? അതെ, ചിലപ്പോൾ അത് കല്യാണിയുടെ തലക്കടിക്കും, ചിലപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ തലക്കടിക്കും, ചിലപ്പോൾ നിങ്ങളുടെ തലക്കടിക്കും. പക്ഷെ ഒരാളുടെ തലയിൽ മാത്രം ഞാൻ അടിക്കില്ല, അതെൻ്റെ മനുവേട്ടൻ്റെ തലക്ക. എൻ്റെ മനുവേട്ടൻ്റെ തലയിൽ മാത്രം ഞാൻ അടിക്കില്ല, ബാക്കി ആരുടെ തലയിൽ വേണമെങ്കിൽ ഞാൻ അടിക്കും എന്നൊക്കെ പറയാണ്. മോളെ, ഞങ്ങൾക്ക് എന്ത് തെറ്റാ മോളോട് ചെയ്തത്? തെറ്റ് ചെയ്തില്ലെന്നോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകും, എന്നിട്ട് ആൻറ്റിയുടെ കയ്യോ കാലോ പിടിച്ചിട്ട് അവിടെ എങ്ങനെയെങ്കിലും നിൽക്കാൻ നോക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാണ്. മോളെ, അവിടെ അതിന് അവിടെ കേറ്റില്ല മോളെ. ആ കേറ്റില്ല, പക്ഷെ നിങ്ങളുടെ സാമർത്ഥ്യം നിങ്ങളവിടെ കാണിക്കണം. കയ്യും കാലം പിടിച്ച് അവിടുത്തെ വീട്ടുജോലി ചെയ്തിട്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് നിൽക്കാൻ നോക്ക്. എനിക്ക് അത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ആ കല്യാണി എല്ലാം നേടി, അവളെ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ദേഷ്യം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ സരിയോ ഇങ്ങനെ പണ്ട് മുകളിലേക്ക് പോവാട്ടോ. ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, അവളിപ്പോൾ ഇരുമ്പ് വിലക്ക് വെച്ചിട്ട് തലക്കടിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അവളുടെ തലക്കൊന്നല്ല അവൾ അടിക്കേണ്ടത്, ആ മനോഹരൻ്റെ തല അവൾ അടിച്ചു പൊട്ടിക്കേണ്ടിരുന്നത് എന്നൊക്കെ ഷാരി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന കിരണിനെയാണ്. കിരണിനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുക കേട്ടോ. കല്യാണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, അതിനു മുമ്പ് ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ദീപ ഇങ്ങനെ കല്യാണി അടുത്ത് കാർത്തികടുത്ത് പറയണം, എന്നാലും എനിക്ക് മക്കളെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല നിങ്ങൾ അയാളുടെ അടുത്ത് പോണത്. അയാൾക്ക് ചിലപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ എന്നാലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ കാർത്തിക പറയട്ടെ, എനിക്കും അങ്ങനെ തന്നെയാണമ്മേ, കല്യാണിയുടെ നിർബന്ധത്തില്ല ഞങ്ങൾ പോണത് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ ഒന്നും മോശമാവില്ല, എല്ലാം നല്ലത് വേണ്ട തന്നെയാണ്. അച്ഛൻ ആകെ മാറി, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അഥവാ അച്ഛൻ മാറിയില്ലെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അച്ഛൻ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും. പിന്നെ റോഡരികിൽ ചാവാൻ കിടന്നാൽ പോലും ഞാൻ നോക്കില്ല. പക്ഷെ അച്ഛൻ്റെ മാറ്റം നല്ല മാറ്റം, അച്ഛൻ മാറില്ലെന്ന് എനിക്കറിയാം. അമ്പലത്തിൽ പോറ്റി അത് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ അച്ഛൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. പിന്നീടാണ് കല്യാണി ഓഫീസിലേക്ക് പോകുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണി അച്ഛനെയൊക്കെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടാക്കിയോ? ആക്കി കിരണേട്ടാ, അച്ഛൻ ഓട്ടോ പിടിച്ചാൽ പോയത്. അതെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഓർഡറോ? അതെ, ഇവിടെ ഒരു അമേരിക്കക്കാരി ഒരു മരിയ, മറ്റന്നാൾ അവർ വുഡ്ബി ആയിട്ട് അമേരിക്കയിൽ പോവുക. അവരുടെ ഓർഡർ 12 സെന്റ് സ്ഥലമുണ്ട് നമ്മുടെ പൈപ്പ് ജംഗ്ഷൻ്റെ അപ്പുറത്ത്. ഓ മനസ്സിലായി, നല്ല സ്ഥലമാണല്ലോ അത്. അതെ, അവിടെ അവർക്ക് നല്ലൊരു ബിൽഡിംഗ് വെച്ച് കൊടുക്കണം. അവർ അമേരിക്കയിലേക്ക് പോകും മറ്റന്നാൾ. അവർ നാളെ നമുക്ക് രണ്ടിടത്തോടെ അവിടെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. ശേഷം പണിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അവർ പോകുമായിരിക്കും. 6 മാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാം. എന്തായാലും ഭയങ്കര തിരക്കായി കാലാണ്, ഇപ്പോൾ വർക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് കണക്കുകളൊക്കെ അച്ഛനും അമ്മേനും കൊണ്ട് നോക്കിപ്പിക്കാം എന്ന് കിരൺ പറയുമ്പോഴേക്കും അത് കല്യാണി പറയണ്ട, അതൊക്കെ അവർ നോക്കുന്നുണ്ട് കിരണേട്ടാ. അത് വലിയൊരു സമാധാനമാണ്. 2 പേരും ഇവിടെ വരാൻ ഞാൻ പറഞ്ഞതാ കിരണേട്ടാ, 2 പേരും കേൾക്കുന്നില്ല. എന്ത് ചെയ്യാനാ, അച്ഛനമ്മയെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തോളാം എന്നാ പറയണത്. ഒരു കണക്കിന് അവർ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ചെയ്യട്ടെ കല്യാണി എന്ന് പറയണം. ശേഷം കിരൺ പറയണ്ട്, ഈ തിരക്കുകൾ കാരണം നമുക്ക് രണ്ടാമത്തെ ഒരു കൊച്ചിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി നാണത്തിൽ ചിരിക്കുകയാണ്. എന്താ നീ ഒന്നും പറയാത്തത്? കല്യാമോനൊരു കൂട്ട് വേണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? അതെ, അവനെ കൂട്ടുണ്ടാവണ പ്രായമൊക്കെ ആയി. എന്താ കല്യാണി, നമുക്കൊരു കുഞ്ഞുവാവയും കൂടി വേണ്ടേ എന്ന് പറയുമ്പോൾ കല്യാണി നാണിച്ച് ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.